ഇന്നാണ് കമ്മീഷൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ തുടങ്ങിയത്. ഇന്ന് ഞാൻ വന്നു, പോലീസ് കമ്മീഷണറും കളക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പ്രിലിമിനറി ചർച്ച നടത്തി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി പരിക്ക് പറ്റി കിടക്കുന്ന രണ്ടുപേരെ കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സൈറ്റ് കാണാൻ വന്നതാണ്. അപകട സ്ഥലം വന്നു. ഇപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ട രീതിയെല്ലാം എങ്ങനെയൊക്കെ സംഭവിച്ച് കാണും എന്നുള്ളതെല്ലാം പോലീസ് കമ്മീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. കളക്ടറും പോലീസ് കമ്മീഷണറൊക്കെ അന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനും കൂടുതൽ തെളിവെടുക്കാനും ആശുപത്രി വിട്ട് പോയവർ, ഇവിടെ ഉണ്ടായിരുന്നവർ, ജോലി ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വേണം സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ. അവർക്ക് മാത്രമേ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇവിടെ എന്നാ അന്നേരം നടന്നേ, ഇവിടുത്തെ സംഭവവികാസം എന്തൊക്കെയാണ്, ഏത് രീതിയിൽ ഇവിടെ പ്രവർത്തനം നടത്തി, ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരെല്ലാവരും പലരും ആശുപത്രിയിലായിരുന്നു. അവരിൽ മജോറിറ്റി സർവൈവ് ചെയ്തു. ഇപ്പോൾ 43 പേരുണ്ടായിരുന്നാണ് കളക്ടർ പറയുന്നത്. അതിൽ 27 പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അവരുടെ കണ്ടീഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക്, ഒരു ലേഡിക്ക് കാലിന് മാത്രമേ വരുക്കുള്ളൂ. അവർ കുറച്ചൊക്കെ വിവരിച്ച് തന്നു എൻ്റെ അടുത്ത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ കമ്മീഷൻ എൻക്വയറി ചെയ്യണത് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടും. എന്തിനെക്കുറിച്ചുള്ള കമ്മീഷൻ, എന്തിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് കൊടുക്കണം, ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കമ്മീഷനിൽക്കൂടെ, അതൊക്കെ നോക്കി വേണം എൻക്വയറി, ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ എൻക്വയറി നടത്താൻ. അപ്പോൾ ആ എൻക്വയറി നടത്തുന്നതിന് മുമ്പ് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ എല്ലാം കണ്ടീഷൻ, ഇപ്പോൾ കളക്ടർ എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുത്ത കാര്യമെല്ലാം ഇന്നിപ്പോൾ തന്നെ വെരിഫൈ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്ന ആളിന് കിട്ടിയോന്ന്. അപ്പം ഇവരുടെ എല്ലാം ഡീറ്റെയിൽസും ഡേറ്റായും പോലീസിൻ്റെ മഹസർ റിപ്പോർട്ടും എല്ലാം റെക്കോർഡിലുണ്ട്. അതുകൂടാതെ ഞാനൊന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പലരും നിങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, വെടിക്കെട്ട് നിരോധിക്കണോ വേണ്ടോ എന്ന് ഗവൺമെൻറ് ചോദിക്കുമോ, വെടിക്കെട്ട് നിരോധിക്കാൻ ശുപാർശ ചെയ്യുമോ എന്ന്. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താവോ എന്ന് തന്നെ ആലോചിക്കും. അങ്ങനെ നടത്താമെങ്കിൽ പിന്നെ വെടിക്കെട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലെ എല്ലാ ആഘോഷങ്ങളുടെ ഭാഗമാണ് വെടിക്കെട്ട്. നമ്മുടെ എല്ലാ പൂരത്തിൻ്റെ എല്ലാം മാറ്റുകൂട്ടുന്നത് ഇതുപോലത്തെ വെടിക്കെട്ടും വെടിമരുന്ന് ഉപയോഗങ്ങളുമാണ്. അതുകൊണ്ട് അപകടരഹിതമായിട്ട് ഒരു വർണ്ണ കാഴ്ചയായിട്ട്, വെളിച്ചത്തിൻ്റെ കാഴ്ചയായിട്ട് വെടിക്കെട്ട് നടത്താൻ ഒക്കുമോ, സൗണ്ട് കുറച്ച്, അതുപോലെ വെടിമരുന്നിൻ്റെ ഉപയോഗം കുറച്ച്, അതിനെക്കുറിച്ചെല്ലാം നോക്കും. പിന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ദേവസ്വങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ ദേവസ്വമാണല്ലോ വെടിക്കെട്ടുകൾ നടത്തുന്നത്. അവരില്ല അപകടത്തിൽപ്പെട്ട വെടിക്കെട്ടുകാരുടെ ദേവസ്വക്കാരെ കേൾക്കും. അങ്ങനെ ദേവസ്വം ബോർഡുകൾ, അതുപോലെ മതസ്ഥാപനങ്ങൾ, വെടിക്കെട്ട് നടത്തുന്ന മതസ്ഥാപനങ്ങൾ, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പം പൊതുവെ സ്വീകാര്യമായ ഒരു തീരുമാനങ്ങളായിരിക്കും കമ്മീഷൻ എടുക്കുന്നത്. അതേസമയത്ത് സാങ്കേതികമായിട്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് സർക്കാരിൽ സമർപ്പിക്കും. അല്ല, ഒരു സ്പാർക്ക് ഉണ്ടായതായിട്ട് കേട്ടതായിട്ട് ആരോ പോലീസിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കമ്മീഷൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ആ ആളെ കണ്ടിട്ടില്ല, ആളോട് തന്നെ ചോദിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടൊന്നും വെച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ നോക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഈ പരിക്ക് പറ്റി ആശുപത്രി കിടന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയവരുണ്ട്. അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. പിന്നെ ദേവസ്വമില്ലേ, ദേവസ്വത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ദേവസ്വം മാനേജ്മെൻറ്റിന് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ അവരെയും കേൾക്കും. അല്ല, ഈ സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൈറ്റിൽ എന്താ കാണാതിരിക്കണേ? മിസ്സിങ് ആയിട്ടുള്ളവരെ ഒന്നും ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ കളക്ടറും പോലീസ് കമ്മീഷൻ പറയണത്. 43 പേരാണ് മാക്സിമം കേട്ടിട്ടുള്ളത്. അതിൽ സർവേ ചെയ്യണവരൊഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ഡെഡ് ബോഡി പാർട്സ് DNA ടെസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇനിയൊരു സെർച്ചിൻ്റെ ആവശ്യമില്ല. ബോഡി പാർട്സോ കിട്ടി, അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആൾ കിട്ടി ശിക്ഷിച്ചു. അപ്പോൾ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്തു, എല്ലാവരെയും കിട്ടി. അതാണ് സ്ഥിതി. ഈ ആളുകളെ കണ്ട് മൊഴി രേഖപ്പെടുത്തുന്നതിനപ്പുറത്ത് ശാസ്ത്രീയ വശങ്ങൾ കൂടി തീർച്ചയായിട്ടും ശാസ്ത്രീയ വശങ്ങൾ ഞാൻ വെടിക്കെട്ടുകാരുടെ ഒരു അഭിപ്രായം ചോദിക്കും. അതിന് തന്നെ ആർക്കും വേണ്ട അഭിപ്രായം പറയാം കമ്മീഷനിൽ. അപ്പം സാങ്കേതികമായിട്ട് എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസർമാർ, ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ ഇതിനൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ ഒരു വളരെ മോശം കെട്ടിടങ്ങളിൽ, ലൈസൻസുള്ള കെട്ടിടങ്ങളാണെന്ന് പറയുന്നത് 3 ചെറിയ കെട്ടിടങ്ങളാണ്. 3 ചെറിയ കെട്ടിടങ്ങളിൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. 40 പേർക്ക് 43 പേർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ചെറിയ ഷെഡുകളെല്ലാം അവിടെ കെട്ടി, അവിടെ എല്ലാം സ്റ്റോർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല, വളരെ തീ പോലത്തെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം വളരെ മോശമായിരുന്നു. പിന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമോ യാതൊരു എക്വിപ്മെൻറ്റോ യാതൊന്നും ഇല്ലായിരുന്നു. അല്ല, ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലോഷനിൽ ഫയർ ഫൈറ്റിങ്ങിനൊന്നും സ്കോപ്പില്ല. എല്ലാം പോസ്റ്റ്മോർട്ടം പോലെയാണ്.
ഇതൊക്കെ എക്സ്പ്ലോഷനാണ്. അപ്പോൾ വെടിമരുന്നിന് അങ്ങനെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തീയാണ്. വീടുകളിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് അവിടെ തൊട്ടടുത്ത് വലിയ വീട്ടിലൊന്നും ഒരു കുഴപ്പമില്ലെന്നൊരു വെളിയിൽ നിന്നും കാണുന്നില്ല, അറിയില്ല. തീർച്ചയായിട്ടും ചോദിക്കും. അല്ല, നാശനഷ്ടങ്ങൾ നോക്കി നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു കമ്മീഷൻ അല്ല ഇത്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു അപകടം ഉണ്ടായി, ഈ അപകടം എന്ത് കാരണം കൊണ്ടുണ്ടായി, ഇനി എങ്ങനെയൊരു അപകടം ഈ സംസ്ഥാനത്ത് ഉണ്ടാകാതെ നോക്കാം. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ മുഖ്യ ഉദ്ദേശം. ഇപ്പോൾ നഷ്ടപരിഹാരം ഗവൺമെൻറ് കമ്മീഷനെ ഒന്നും നോക്കിയില്ല. 14 ലക്ഷം രൂപ വെച്ച് മരിച്ചവർക്കും 2 ലക്ഷം രൂപ വെച്ച് പരിക്ക് പറ്റിയവർക്കും കൊടുത്തു എന്ന് കളക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് സത്വര നടപടി എടുത്ത് വേണം പറയാൻ. പിന്നെ ആർക്കെങ്കിലും വീടുകൾക്കൊക്കെ പരിക്ക് പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി ഗവൺമെൻറ് എടുക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലുണ്ടെങ്കിൽ കമ്മീഷൻ അതിനെക്കുറിച്ച് ശുപാർശ ചെയ്യും. വലിയ അപകടമായിരുന്നു പുറ്റിങ്ങലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പുറ്റിങ്ങൽ ഇത്തരത്തിൽ കമ്മീഷൻ വന്ന റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചതാണ്. പുറ്റിങ്ങൽ അപകടം അന്വേഷിച്ചത് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായിട്ടുള്ള ജഡ്ജിയാണ്. അദ്ദേഹം പക്ഷേ വെടിക്കെട്ട് നിരോധിക്കാൻ പറഞ്ഞു. അത് 10 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് ആ അപകടം. പക്ഷേ അത് കഴിഞ്ഞ് കേരളത്തിലെ നിരന്തരമായ വെടിക്കെട്ടുകൾ എല്ലാ ഉത്സവങ്ങളിലും നടന്നു. പുറ്റിങ്ങൽ മാത്രം വെടിക്കെട്ട് നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ പിന്നെ അപകടങ്ങൾ കുറവാണ് കേട്ടിട്ടുള്ളത്. ചുരുക്കം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എയർ ക്രാഷുകൾ എത്ര ഉണ്ടാകുന്നുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ എയർ ക്രാഷ് മരിക്കുന്നില്ലേ. പക്ഷേ നമുക്ക് പ്ലെയിൻ വേണ്ടെന്ന് പറയാൻ ഒക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ലോകമെങ്ങാടും നടത്തുന്ന വെടിക്കെട്ട് വേണ്ട, ഒരു കരിമരുന്ന് പ്രയോഗം വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ്, വലിയ വ്യവസായ മേഖലയാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ അപകടമുള്ള മേഖലകൾ അങ്ങനെയെല്ലാം തൊഴിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരിതം ഉണ്ടാക്കും. മനുഷ്യൻ്റെ ഇടയിൽ സാമ്പത്തിക സ്ഥിതിയെ വളരെ ബാധിക്കും.